നമസ്കാരം, ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ കോൺഗ്രസിന് മികച്ച ഭൂരിപക്ഷവുമായി അധികാരത്തിൽ ഏറിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. എന്നാൽ ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ചില പടലപ്പിണക്കങ്ങളും മറ്റും കാരണം സംസ്ഥാന ഭരണം പിടിച്ചടക്കിയത് BJP ആയിരുന്നു. അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സംസ്ഥാനം ഭരിച്ചപ്പോൾ സംസ്ഥാനത്തെ മുസ്ലിം സഹോദരങ്ങൾക്കൊക്കെ മികച്ച പരിഗണനയാണ് നൽകിയത്. എന്നാൽ BJP സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം രാജസ്ഥാനിൽ നിന്നും അത്ര ശുഭകരമായ വാർത്തകളല്ല പുറത്തു വരുന്നത്. ഒരു കാരണവുമില്ലാതെ രാജസ്ഥാനിൽ മുസ്ലിം അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മതപരിവർത്തനം, ലവ് ജിഹാദ് എന്നിവ ആരോപിച്ച് രാജസ്ഥാനിൽ 3 മുസ്ലിം അധ്യാപകരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. കോട്ട ജില്ലയിലെ കജൂരി ഗ്രാമത്തിലെ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ 3 മുസ്ലിം അധ്യാപകരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇതിനെതിരെ പ്രതിഷേധവുമായി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ ഓഫീസിന് പുറത്ത് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. പ്രതിഷേധ പ്രകടനമായി എത്തിയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. മുസ്ലിം അധ്യാപകർ വിദ്യാർത്ഥികളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ നിർബന്ധിക്കുകയാണെന്ന് കാണിച്ച വലതുപക്ഷ സംഘടനയായ സർവ്വ ഹിന്ദു സമാജ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവറിന് മെമ്മോറാണ്ടം സമർപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് കൃത്യമായ അന്വേഷണം പോലും നടത്താതെ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തത്. ഇത് സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഹിന്ദു വിദ്യാർത്ഥികളിൽ ഒരാൾ തന്റെ സർട്ടിഫിക്കറ്റിൽ മുസ്ലിം പേര് ഉപയോഗിച്ചിരുന്നു. ഈ കുട്ടി 2020 സ്കൂൾ വിട്ടു പോവുകയും ചെയ്തു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് മതപരിവർത്തനം ആരോപിച്ച് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ 10ാം ക്ലാസ്സിലെ അപേക്ഷാ ഫോമിൽ മുസ്ലിം എന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് സ്വയമാണെന്ന് വിദ്യാർത്ഥിനി പറഞ്ഞു. ഈ സംഭവമാണ് മുസ്ലിം അധ്യാപകർക്ക് മുകളിൽ ഹിന്ദുത്വ സംഘടനകൾ ആരോപിച്ചത്. അതിന് പിന്നാലെ അധ്യാപകർക്ക് വാട്സപ്പ് വഴിയാണ് സസ്പെൻഷൻ അറിയിപ്പ് നൽകിയത്. 8 വർഷമായി സ്കൂളിൽ പഠിപ്പിക്കുന്ന തങ്ങളെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് വസ്തുതാ പരിശോധന നടത്തിയില്ലെന്നും അധ്യാപകർ പറഞ്ഞു. സ്കൂളിൽ 15 അധ്യാപകരിൽ ഇതര മതസ്ഥരായ 12 പേരും അധ്യാപകർക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ചു. ഒരിക്കലും മതപരിവർത്തനമോ ലവ് ജിഹാദോ സ്കൂളിൽ നടന്നിട്ടില്ല. സർട്ടിഫിക്കറ്റിൽ പേര് മാറ്റി ആരോപിക്കപ്പെടുന്ന പെൺകുട്ടിയെ തനിക്ക് അറിയില്ലെന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അധ്യാപകർ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം നേരിട്ടാണ് ഈ അധ്യാപകരുടെ സസ്പെൻഷന് ചുക്കാൻ പിടിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാർ ഭരിച്ചപ്പോൾ പൊതുവെ ശാന്തമായിരുന്നു ഈ സംസ്ഥാനം. ഇപ്പോൾ BJP ഭരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അശാന്തി പടർന്നിരിക്കുകയാണ് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാത്തിരുന്നു കാണാം ന്യൂനപക്ഷങ്ങൾക്ക് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്വൈര്യജീവിതം സാധ്യമാണോ എന്നത്.